എല്ലാ സംഗതി പറയലുണ്ട്, വിഷമങ്ങളൊക്കെ ഉള്ള അനുഭവങ്ങൾ പോലെ. ഇതുവരെ ഇതിൻ്റെ മുന്നേ കല്യാണം കഴിഞ്ഞതും അതിനെ മധ്യസ്ഥം പറഞ്ഞത് ആക്കിയത് രണ്ടാമത് കഴിച്ചതും അതിനുള്ള അനുഭവങ്ങൾ പീഡനങ്ങളൊക്കെ DNA ടെസ്റ്റ് വരെ ചോദിച്ചിട്ടുണ്ട് അവളോട്. കോഴിക്കോട് പേരാമ്പ്ര കേസ് അല്ലേ? ഇന്ന് അത്യാവശ്യം യൂട്യൂബും ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ TV-യും കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഇന്ന് എല്ലാ ചാനലിലും മെയിൻ സ്ട്രീമായി ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കേസാണ്. ഇന്ന് എൻ്റെ ഒരു വീക്ക് ഓഫ് ഡേ ആണ്. ഞാൻ ജസ്റ്റ് വളരെയധികം റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പെർട്ടിക്കുലർ കേസിൻ്റെ കുറച്ച് ന്യൂസസ് കാണാനിടയായത്. അപ്പം ഞാൻ അന്ന് ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ഈ കേസിനെ കുറിച്ച് പറഞ്ഞ എൻ്റെ പേഴ്സ്പെക്റ്റീവിനോട് ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ചേർന്ന് നിൽക്കുന്നു, ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ഒരു ട്വിസ്റ്റ്. കാരണം അന്നത്തെ എൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഭർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലീക്കായിട്ടുള്ളത് സോണ പെട്രോൾ വാങ്ങി തിരിച്ചു വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടു, അതിൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ന്യൂസ് കംപ്ലീറ്റ് ഇരുന്ന് റെഫർ ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ബ്യൂട്ടിഫുൾ കമൻറ്റ്. ഇന്നലെ ഇട്ട വീഡിയോയിലെ കമൻറ്റ്സ് ഒക്കെ ഞാൻ വായിച്ചു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. കുറേ ആൾക്കാർ എൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ഏജ് തൊട്ടിട്ട് ഈ വലിയ ഏജ് വരെ ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് കേൾക്കുന്ന ഒരു സാധനം അബൌട്ട് മൈ സൗണ്ടാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദി യൂട്യൂബാണ് കുറേ ആൾക്കാർക്ക് സൗണ്ട് ഇഷ്ടം എന്ന് പറഞ്ഞതിൽ ഐ വാസ് വെരി ഹാപ്പി. കാരണം എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കുക, ഓപ്പൺ ചെയ്യുക, കണ്ടന്റ് നേരെ കയറി പറയുക, എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടം കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് മെല്ലെ വീഡിയോയിലോട്ട് കയറാനും എഴുതിയിട്ടാണ്. അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് അടിക്കാനും, അതിൻ്റെ കൂടെ ഷെയർ ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നു. തീപിടുത്തം ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. സന്ദീപ് തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സന്ദീപ്, എന്ത് തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇതിൽ സംശയം തോന്നിയതും അന്വേഷണം പുരോഗമിക്കുന്നതും? അബ്ജദ്, വളരെ ഗൗരവകരമായ ചില വിവരങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. ചെറുവണ്ണൂർ കക്കര മുക്കിൽ വെച്ചാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. കേരളമാകെ തന്നെ ശ്രദ്ധിച്ചൊരു സംഭവമാണ്. കാറിന് തീപിടിച്ചു, 6 മാസം ഗർഭിണിയായ സ്ത്രീ മരിച്ചു, സോന മരിച്ചു. ഭർത്താവിന് പൊള്ളലേറ്റു എന്നുള്ള വിവരം ആദ്യം വരുന്നു. ഭർത്താവ് ഇപ്പോഴും 60% പൊള്ളലേറ്റ് ചികിത്സയിൽ. പിന്നാലെ സോനയുടെ കുടുംബം ഇതിൽ ചില ദുരൂഹത ആരോപിച്ചിരുന്നു. അതായത് രജിൻ ലാലിനെതിരെ, സോനയുടെ ഭർത്താവിനെതിരെ ചില ദുരൂഹത അല്ലെങ്കിൽ ചില ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചു. എന്തായാലും അതിന് പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലാണ് അബ്ജോദ് വളരെ ഗൗരവകരമായ ചില വിവരങ്ങൾ പുറത്ത് വരുന്നത്. അതായത് ഈ കാറിനുണ്ടായ തീപിടുത്തം കാറിൻ്റെ ഇന്ധന ചോർച്ചയല്ല, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ള കാര്യം പോലീസിൻ്റെ, ഫോറൻസിക്കിൻ്റെ, മോട്ടോർ വെഹിക്കിളിൻ്റെ പരിശോധന നേരത്തെ കണ്ടെത്തിയതാണ്. അതിലുപരി ഇനിയുള്ള ചില വിവരങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കാറിലേക്ക് പെട്രോൾ എത്തിച്ചിരുന്നു, അല്ലെങ്കിൽ പെട്രോൾ കാറിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. അല്ലെങ്കിൽ പെട്രോളുമായി കാറിൽ പോകുന്ന ഘട്ടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. അതിനോട് സപ്പോർട്ടിംഗ് ആയി വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ഇത്രമാത്രം ഡിസ്കഷൻ ആയേ എന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണ് കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അപകടം പറ്റുന്നത്. അത് കഴിഞ്ഞ് ഇത് ഡിസ്കഷൻ ആവാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ കാറാണെന്നും കാറിൻ്റെ എഞ്ചിനോ ഫ്യൂവൽ ടാങ്കിനോ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഇല്ല എന്നുള്ളതും. അപ്പം തന്നെ ഒരു ചോദ്യം വന്നു, ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കാറ് കത്തുന്നത്? പിന്നെ മൂന്നാമത് വന്ന എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു, എന്തുകൊണ്ടാണ് കറക്റ്റ് വെള്ളത്തിൻ്റെ സൈഡിൽ വന്ന് നിർത്തിയപ്പോൾ കാറ് കത്തിയത്? കാരണം ഇങ്ങനൊരു കത്തലുണ്ടായ സമയത്ത് ഈ ഭർത്താവ് നേരെ ഈ വെള്ളത്തിലോട്ട് കയറി ചാടിയിട്ടുണ്ട്, സൈഡിലൊരു കനാല് പോലെ. അപ്പോൾ എന്താണ് കറക്റ്റ് ആ സ്പോട്ടിൽ വന്നപ്പം ഈ സാധനം കത്തിയത്? പിന്നെ എന്തുകൊണ്ട് ഭാര്യ ബാക്ക് സീറ്റിലിരുന്നു? അപ്പോൾ ബാക്ക് സീറ്റിലിരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പല അഭിപ്രായങ്ങൾ പറയാം. കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കംഫർട്ടബിലിറ്റി ആയിരിക്കും, ചിലപ്പോൾ ഭർത്താവിനോട് തെറ്റിപ്പോയിരിക്കുകയായിരിക്കും, അങ്ങനെ പലരും പലതും പറയും. പക്ഷേ ഒരു 75% ഓഫ് ആൾക്കാരും പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ അവർ ഫ്രണ്ട് സീറ്റ് തന്നെയാണ് ഇരിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുക എന്നുള്ളൊരു ടോപ്പിക്കും കൂടെ അവിടെ മുമ്പിൽ അങ്ങ് നടന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ മാറ്റി വെച്ചാലും ഒരു മെയിൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് കാർ എങ്ങനെ കത്തി, കാർ കത്താനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണ്, ആരെങ്കിലും കത്തിച്ചതാണോ?
ആൻഡ് അടുത്തുള്ള ആൾക്കാരെല്ലാം ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് ഈ കത്തിയ സമയം അവിടെ എന്തോ ഒരു പൊട്ടലുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പൊട്ടിയത് എന്നൊരു ഡിസ്കഷനാണ്. അപ്പം അന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ പെട്രോളോ ടിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അതിനൊരു കൺക്ലൂഷൻ വന്നിരിക്കുകയാണ്. കാറ് കത്താൻ കാരണം കാറിൻ്റെ ഉള്ളിൽ പെട്രോൾ ഉണ്ടായിരുന്നു. പെട്രോൾ ഉണ്ടായിരുന്ന പ്രസൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനൊരു തീരുമാനമായല്ലോ. ഇത് ഒന്നെങ്കിൽ റെജിൻലാൽ സോനനെ ചെയ്തു, അല്ലെങ്കിൽ സോന റെജിൻലാലിനെ ചെയ്തു, അല്ലെങ്കിൽ രണ്ടുപേരും മ്യൂച്വലി എടുത്തൊരു തീരുമാനം. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം സോനയും റെജിൻലാലും ഒരുമിച്ച് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കാം. എന്നിട്ട് റെജിൻലാൽ സോനേനെ പറ്റിച്ച് ചാടിയതായിരിക്കാം. ഇതിലെന്തും ഈ കേസിന് ഫ്രണ്ടോട്ട് വരാം. സോനയാവാം, റെജിൻലാലാവാം, റെജിൻലാൽ സോന. ഇവിടെ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടാവാം. പുറകു ഭാഗത്ത് നിന്നാണ് കത്തി വന്നത്. അപ്പം പെട്രോൾ എന്തായാലും ഒന്നെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് ആക്കണം, അല്ലെങ്കിൽ ബാക്കിലുള്ള ആൾ ചെയ്യണം. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സംഭവം നടക്കാം. എന്തായാലും ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സോണേൻ്റെ ഹസ്ബൻഡ് റെജിൻലാൽ 60% പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ എന്നാണോ പുള്ളി പുറത്തിറങ്ങുന്നത് അന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഒരു സ്ത്രീ പെട്രോളും വാങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ആരാണെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നു. സോന മരിച്ചുപോയതാണ്, സോനയ്ക്ക് ഈ ദുരന്തത്തിൻ്റെ ഇരയായതാണ്. പക്ഷേ ഇതിൽ സോനയുടെ പങ്കും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസിൻ്റെ പരിശോധനയിലുണ്ട്, അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്ന ഒരു സീനാണ്. അവൾ പെട്രോൾ പമ്പിൽ പോകുന്നു, പെട്രോൾ വാങ്ങുന്നു, ഇറങ്ങി വരുന്നു. ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പണ്ട് ഈ പെട്രോൾ ഇങ്ങനെ മേത്തൊഴിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കേസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് വന്ന സമയത്ത് ഒരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ, ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. വണ്ടി വരികയാണെങ്കിൽ വണ്ടിയിൽ മാത്രമേ കൊടുക്കാൻ പാടില്ല. ഇപ്പം അതൊക്കെ മാറിയോ? അല്ല ഇനി അങ്ങനെ ഒരു തീരുമാനമില്ലേ? ഞാൻ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടിരുന്നു. കാരണം ഒരു പെണ്ണ് വന്നൊരു കന്നാസം കൊണ്ട് വന്ന് പെട്രോൾ വാങ്ങി പോവുക, അപ്പം ഇത് കൊടുക്കുക, കാരണം അങ്ങനത്തെ ഒരു റൂൾസ് ഞാൻ കേട്ടിരുന്നു. ആ റൂൾസ് ഇപ്പോൾ കറണ്ട് ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയെങ്കിൽ ഒന്ന് പറയൂ. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷേ ആ വിവാഹത്തിലും പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രണയത്തിൻ്റെ ഘട്ടത്തിൽ വിവാഹത്തിന് മുന്നേ തന്നെ ഈ വിവാഹത്തിലെത്തും മുൻപ് പിന്മാറാൻ രജിൻലാൽ ശ്രമിച്ചിരുന്നു. അതിൽ സോനയ്ക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ. അതിൽ ഒരു ആത്മഹത്യാ ശ്രമവും മറ്റും സോന നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. എന്തായാലും വിവാഹശേഷവും പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടാവാൻ പോകുന്ന, അല്ലെങ്കിൽ സോണേന്റെ വീട്ടുകാരെ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്നത് റെജിൻലാൽ ഫാമിലി മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ പറയേണ്ടത് ഈ സോണ മരിക്കുന്നതിന് മുമ്പായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ ഫാമിലി മെമ്പേഴ്സ് കാണിക്കുന്ന ഇനീഷ്യേറ്റീവ് ഇതിന് മുമ്പ് എടുത്തിരുന്നെങ്കിൽ സോണ എന്ന് പറയുന്ന പെൺകുട്ടീനെ നമുക്ക് സേവ് ചെയ്യായിരുന്നു. ആൻഡ് ഒരു ഹസ്ബൻഡും വൈഫിൻ്റെയും ബന്ധം ഇങ്ങനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കേസിലോട്ടോ ക്രൈമിലോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമൺ സെൻസ് ഉള്ള വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അവരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ബോൾഡ്നെസ് മേ ബി അതിൽ ഒരാൾക്കില്ലാത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ സോണയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോണയായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പുള്ളിക്കാരന് വേറൊരു പെണ്ണിനോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സോണയോട് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു. അത് അന്നിമിഷം ആ ബന്ധം അവിടെ അവസാനിപ്പിച്ച് പോകണമായിരുന്നു. പക്ഷെ ആൾക്കുണ്ടായിരുന്ന ഇമോഷണൽ കണക്ഷൻ്റെ ഭാഗമായിട്ട് ഇല്ലാത്തൊരു സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അത് ഫ്രണ്ടോട്ട് പോയപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോയത്. അതും ഇതിൻ്റെ ഒരു സൈഡാണ്. ലവ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷനാണ്. നമ്മളെ ഭയങ്കര മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ വീക്കാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൽ നിന്ന് സന്തോഷവും സമാധാനവും കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൽ ഒരാൾ ചീറ്റ് ആവുന്നുണ്ടെങ്കിൽ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൽ ഫുള്ള് പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ ആ ഇമോഷനും കെട്ടിപ്പിടിച്ച് നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത് പിടിച്ച് നിന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത് എന്നാണ്. കാരണം ഇപ്പം അവരുടെ കല്യാണം 2023 കഴിഞ്ഞ് 2026 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു സോന. അന്ന് സോന ഒരു ബന്ധുവിനൊപ്പം പുറത്തു പോയിട്ടുണ്ട്. തിരിച്ച് വരുന്നത് വരെ സോന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ള പോലീസ് വിവരങ്ങൾ അന്വേഷിക്കുന്നു. അന്ന് വൈകിട്ട് ഈ രജിൻലാൽ വീട്ടിലെത്തി 7:30 കൂടിയാണ് അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സോനയെ കൂട്ടുന്നതും തിരികെ പോകുന്നു. പോകുന്ന വഴിക്ക് 2 മണിക്കൂറോളം അവർ ടൗണിലെവിടേക്കോ ചെലവഴിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം, ഈ അപകടാവസ്ഥയിലുള്ള രജിൻലാലിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാറിൻ്റെ പിൻസീറ്റിലായിരുന്നു സോന ഇരുന്നതെന്ന് പറയുന്നു.
മാത്രവുമല്ല ഒരു പെട്രോളിന്റെ മണം തനിക്ക് കിട്ടി. അപ്പോൾ എന്താണ് പെട്രോൾ മണക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും തീ പടർന്നു. ഇതൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ന്യൂസ് ആണ്. ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സോണ എന്ന് പറയുന്ന പെൺകുട്ടി ഈ റെജിൻലാലിന്റെ കൂടെ പോകുന്നതിന്റെ അന്നത്തെ ദിവസം പുറത്തു പോയിട്ടുണ്ട് എന്നൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സോണ പുറത്തു പോയി. ആൻഡ് പുറത്തു പോയി കുറച്ച് മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസ്. എന്നാൽ ഈ പിന്നെ പറയുന്നത് റെജിൻലാലിനെ ചോദിച്ചപ്പോൾ റെജിൻലാൽ പറഞ്ഞത് പെട്രോൾ സ്മെല്ല് ചെയ്തു, എന്താ പെട്രോൾ എന്ന് ചോദിച്ച സമയത്ത് കത്തി പടർന്നു, അപ്പോൾ ചാടി എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞാൽ സോണ എന്ന് പറയുന്ന വ്യക്തി ഈ റെജിൻലാലിൽ നിന്ന് നേരിട്ടിട്ടുള്ള കടുത്ത മാനസിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാം എന്ന് കരുതിയിട്ട് ആളിങ്ങനെ ഒരു പ്ലാൻ എടുത്തതായിരിക്കും. അപ്പോൾ ആ സമയം തന്നെ എന്നെ ഈ അവസ്ഥയിലോട്ട് എത്തിക്കാൻ കാരണമായ റെജിൻലാലും ഇതിൻ്റെ കൂടെ പോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പുള്ളിക്കാരി ഇത് വാങ്ങിയതും ബാക്കിലിരുന്നതും കത്തിച്ചതും ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായത്. ഇതിൻ്റെ ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡ് ഈസ് അപ് ടു റെജിൻലാൽ. റെജിൻലാൽ വളരെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു കള്ളനാണെങ്കിൽ ഇത് ഫുള്ള് റെജിൻലാൽ ക്രിയേറ്റ് ചെയ്ത രീതിയിലാവാം. റെജിൻലാലിൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് അത് സൈബർ സെല്ലിൽ ഫുള്ള് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി അതിൻ്റെ കുറേ തെളിവും കാര്യങ്ങളും കിട്ടും. റെജിൻലാൽ രാവിലെ തന്നെ വിളിച്ചിട്ട് ഭാര്യേൻ്റെ അടുത്ത് പറയാം, ഞാനിത് വൈകുന്നേരം കൂട്ടാൻ വരുന്നുണ്ട്, പക്ഷേ പെട്രോൾ ഇല്ല, നീ ഒന്ന് ടൗണിൽ പോയി വാങ്ങാവോ എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ചോദ്യം വരാം, 7 മാസമായിട്ടുള്ള ഒരു മോളെ എന്തിനാണ് വീട്ടുകാരിങ്ങനെ വിട്ടത്? ഒറ്റയ്ക്കാണോ പോയത്? കൂടെ ആരെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവൾ പെട്രോൾ പമ്പ് ഇങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് വാങ്ങിപ്പിച്ചതാണെങ്കിലോ? അപ്പോൾ തെളിവ് വരുന്ന സമയത്ത് സോണ രാവിലെ പോയി പെട്രോൾ വാങ്ങി എന്നൊരു സാധനമായി. പിന്നെ ഇതിന് മെയിൻ സംസാരിക്കേണ്ടത് ഈ റെജിൻലാൽ. അങ്ങനത്തെ ഒരു ഗെയിം ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ റെജിൻലാലെ ദൃശ്യത്തിൻ്റെയൊക്കെ അങ്ങേയറ്റ ലെവലിൽ റെജിൻലാലിന് കഴിവുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ റെജിൻലാൽ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കേസിന് ഇങ്ങനെയും ഒരു പെർസ്പെക്റ്റീവ് വരാം. റെജിൻലാൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സോണനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൃശ്യം പോലീസ് ശേഖരിച്ചു. ഇത് സോന എന്നാണ് സംശയം. ആ CCTV ദൃശ്യം ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. അതിലേക്കൊന്ന് ആദ്യം പോകാം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളാണ്. ഇതാണ് വീഡിയോ. ഈ വീഡിയോ ആദ്യം ഒരു ഡൗട്ടിലായിരുന്നു, പിന്നെ ആളുടെ ഫാമിലിയൊക്കെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇത് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നടന്നു പോകുന്നു, ക്യാൻ കൊടുക്കുന്നു, ക്യാൻ മൂടിയിടുന്നു, ആളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട്. അപ്പം സോണയാണ് പെട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിയത് എന്നുള്ളൊരു തെളിവ് ഇതിൽ കൂടെ കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രോപ്പറായിട്ട് ഈ കേസിന് ഒരു തീരുമാനമാക്കാൻ പറ്റിയ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സൈബർ സെല്ലാണ്. സോണേൻ്റെ ലാസ്റ്റ് കോൾ ലിസ്റ്റുകൾ മുഴുവൻ നോക്കുക, അവിടെ ഉണ്ടായിരുന്ന കോൺവെർസേഷന് കാര്യങ്ങൾ മുഴുവൻ നോക്കുക, റെജിൻലാൽ വാങ്ങാൻ പറയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. ഇനി അതില്ലെങ്കിൽ സോണേൻ്റെ എല്ലാ ക്രോമിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ സെർച്ച് ഹിസ്റ്ററി നോക്കുക. കാരണം ഒരു ഇത് പ്ലാൻഡ് ആണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അവശിഷ്ടം സോഷ്യൽ മീഡിയയിൽ ഓഫ് കോഴ്സ് കാണാൻ സാധിക്കും. അപ്പം അതിൽ കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ തെളിവ് കാര്യങ്ങൾ കിട്ടുമെന്നാണ് പറയാനുള്ളത്. അതിനും ബാക്കി കേൾക്കാം. ഉയർത്തി കഴിഞ്ഞപ്പോൾ സോനയുടെ അമ്മാവൻ സത്യൻ എനിക്കൊപ്പം ചേരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി വരികയാണെന്ന് തോന്നുന്നു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി? നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംശയം എന്തൊക്കെയാണ്? ഇപ്പം സംശയം വെച്ചാൽ ഈ സംഭവം 2 ഇതിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. ഒന്ന് ഞങ്ങൾ പറഞ്ഞ സംശയങ്ങളും ഒന്ന് പോലീസിൻ്റെ സംശയങ്ങളിലൂടെയാണ് ഇപ്പം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതിൻ്റെ ഈ റൂൾസ് ഏതാണ്ട് ഇതിലെത്താനായിട്ടുണ്ട്. എന്നശേഷം ഇനി അങ്ങോട്ടുള്ള പീസ് ഓഫ് വീഡിയോയിൽ കൂടെ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് സോണയും സോണയുടെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം മെയിനായിട്ട് എന്തായിരുന്നു. ആൻഡ് ഈ സോണേൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഈ ക്ലിപ്സിൽ വരുന്നുണ്ട്. അതിൽ ഒരു മെയിൻ കാര്യമാണ് സോണയുടെ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് ചെയ്യണം എന്നൊരു സാധനം ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞു എന്നൊരു അലിഗേഷനാണ് ഇപ്പം കുടുംബം ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സും
ഇമോഷണൽ സപ്പോർട്ടും ഒരുപോലെ ഹാപ്പിനെസ് ഏറ്റവും കൂടുതലുള്ളതും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇമോഷണൽ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ടൈമാണ് അവളുടെ ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവൾ അത്രയും എൻജോയ് ചെയ്യുന്ന സമയത്ത് അവളുടെ കുട്ടിയുടെ പിതാവ് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാനസികമായി ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം ലൈഫ് അവസാനിപ്പിക്കാനും ഈ വ്യക്തിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മൈൻഡ് ചിലപ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത്രത്തോളം അവർ വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫ്രണ്ടോട്ട് കാണുന്ന ഒരു ഇമോഷൻ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു ഫീലിംഗ്. ആ ഫീലിംഗ് വെച്ചിട്ട് വരെ ഈ പെർട്ടിക്കുലർ റെജിൻലാൽ എന്ന് പറയുന്ന ഒരാൾ സോണയോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പം ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇനീഷ്യൽ സ്റ്റേജിലെ സോണയിൽ ഒരു ഈ റെജിൻ സംശയിക്കുന്ന രീതിയിലുള്ളൊരു ബിഹേവിയർ ഉണ്ടായിരുന്നെങ്കിൽ ഈ റെജിൻ പോയ ആ സെക്കൻഡ് തന്നെ സോണയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. റെജിൻ സോണയുള്ള സമയമാണ് വേറൊരു ബന്ധത്തിന് പോയിട്ട് റെജിൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു കല്യാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചീറ്റിംഗ് സോണയുടെ സൈഡിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്ര ജെന്യുവൻ ആയിട്ടുള്ള ലോയലായ ഒരു വ്യക്തിനെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയം ചില ആൾക്കാരാണെങ്കിൽ വേണ്ട ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു പോകും. ചില ആൾക്കാരാണെങ്കിൽ സ്വന്തം ജീവൻ തന്നെ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലിടും, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായവനെ ആക്കുന്ന ഒരു സിറ്റുവേഷനിലിടും. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടെ നടക്കാം. സോണ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും റെജിനെ വിട്ടു പോകില്ല. അപ്പോൾ റെജിൻ എങ്ങനെയെങ്കിലും സോണേനെ ഒഴിവാക്കാൻ വേണ്ടി ഈ സെയിം സാധനം ചെയ്യാം. റെജിന് വേറെ അവീതമുണ്ടോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ പെണ്ണുങ്ങൾ ചെയ്യിപ്പിക്കാനോ ഒന്നും അറിയില്ല. പോയിരിക്കുന്നത് ഒന്ന് ഞങ്ങൾ പറഞ്ഞ സംശയങ്ങളും ഒന്ന് പോലീസിൻ്റെ സംശയങ്ങളിലൂടെയാണ് ഇപ്പം കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതിൻ്റെ ഈ റൂൾസ് ഏതാണ്ട് ഇതിലെത്താനായിട്ടുണ്ട്. എന്നാൽ ശേഷം ഇതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നാലും ശേഷം നമുക്കത് ക്രോഡീകരിച്ചിട്ട് പറയാനാവുമെന്നാണ് ഇപ്പം പോലീസ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ സത്യചേട്ടൻ തന്നെ പറഞ്ഞതൊരു കൊലപാതകം തരത്തിൽ സംശയമുണ്ട് കുടുംബത്തിനുള്ളത്. അത്തരം സംശയത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ഇവർ തമ്മിൽ പലവിധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ഓനിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഇവളിപ്പോഴും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതുവരെ ഈ അമ്മാവനോടോ അല്ലെങ്കിൽ ഈ കുടുംബക്കാരോടോ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സോണനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സോണ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. എന്നാലും ഇതുപോലെ സോണകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനുള്ള, എന്തിനു വേണ്ടി നിങ്ങൾ ഈ പീഡനം സഹിച്ച് ആ വീട്ടിലിരുന്നു? അവനില്ലെങ്കിൽ വേറെ ആണുങ്ങളൊന്നും ഈ ലോകത്തില്ലേ? അല്ലെങ്കിൽ ആണില്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ? പിന്നെ എന്തിനു വേണ്ടി ഈ പീഡനം സഹിച്ചു നിന്നു? ശാരീരിക പീഡനം മാത്രമല്ല, ശാരീരിക പീഡനത്തെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മാനസിക പീഡനം. ആ മാനസിക പീഡനം സഹിച്ചുകൊണ്ട് എന്തിനു നിന്നു? എൻ്റെ ഈ അമ്മാവനോട് ചോദ്യം ചോദിക്കട്ടെ, എന്തിനത് സഹിക്കാൻ വേണ്ടി സോണേനെ അവിടെ വിട്ടുകൊടുത്തു? ഇപ്പം സ്റ്റേഷനിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. എൻ്റെ അമ്മ കേസിന് വേണ്ടി കംപ്ലീറ്റ് നടക്കുന്ന ഒരാൾ അമ്മാവനാണ്. അന്ന് ഈ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ വൃത്തി കെട്ടവൻ്റെ അടുത്തുനിന്ന് സോണേനെ മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നോ? ആ സമയം വരെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമയം വരെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റവും സഹിച്ചുകൊണ്ടാണ് അവളെ ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഈ ബന്ധുവീട്ടിൽ നിന്ന് പോകുമ്പം പോലും ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടായി. ഈ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ള സോനയുടെ ഭർത്താവ്. അതെ, അത് പിന്നെ എൻ്റെ ഞാൻ അറിയുന്നത് അത് സത്യാവസ്ഥ ഉണ്ടോ എല്ലാം അറിയാല. ഇപ്പം പോലീസ് എന്താ പറയുന്നത്? ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കാര്യവും ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യമൊക്കെ സമയം എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി അത് വന്നാൽ സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വന്നാൽ ഉടനെ അതിൻ്റെ ഇതിലേക്ക് എത്തുന്നാന്ന് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സംശയിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്തെങ്കിലും, ഒന്ന് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം എന്ന തരത്തിലാണോ പോലീസും പറയുന്നത്? അതെ അതിലാണ് പോയിരിക്കുന്നത്. രണ്ട് കാര്യത്തിലാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സംശയവും അവരുടെ സംശയവും രണ്ട് ഇതിലുള്ളത്. അപ്പോൾ രണ്ടും അവർ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സോന ഈ വീട്ടിലെ വിഷമങ്ങളും ഈ ഭർത്താവിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലേ? കുടുംബത്തിൽ പറഞ്ഞിരുന്നില്ലേ? അത് കുടുംബത്തിൽ അവളെ ഫ്രണ്ട് അമ്മയുടെ അനിയത്തിയോട് എല്ലാ സംഗതിയും പറയലുണ്ട്, വിഷമങ്ങളൊക്കെ, അവളെ അനുഭവങ്ങൾ പോലെ. ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടോ, അമ്മയുടെ അനിയത്തീൻ്റെ അടുത്ത് അവളെല്ലാം പറയലുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്ത് അവൾ പറയാത്ത? അമ്മയോളം വരില്ലല്ലോ എന്തായാലും അമ്മേൻ്റെ അനിയത്തി. അവിടെ എന്താ സംഭവം എന്നറിയോ? അമ്മേൻ്റെ അനിയത്തീൻ്റെ അടുത്ത് ഇത് പറയാം, അമ്മേൻ്റെ അടുത്ത് ഇത് പറയാൻ പറ്റില്ല. കാരണം അമ്മേൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അമ്മ സങ്കടപ്പെടും, അല്ലെങ്കിൽ അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറയും, അല്ലെങ്കിൽ അമ്മ എന്താ മോളെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും ഈ സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകും. ഇവിടെ രണ്ടുപേരെയും കുറ്റം പറയണം. മോളെയും കുറ്റം പറയണം, അമ്മേനെയും കുറ്റം പറയണം. ഒന്ന് മോളെടുത്ത് നീ അനുഭവിക്കുന്ന കാര്യങ്ങൾ തുറന്ന് നിനക്ക് നിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഇതും അനുഭവിച്ച് ഇങ്ങനെ നിൻ്റെ ജീവിതം പോട്ടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പറയാനുള്ള ബോൾഡ്നെസ് ഇനി ഈ 2026 നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ സോണേനെ പോലുള്ള കേസുകൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് നെക്സ്റ്റ് അമ്മേൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അമ്മമാരെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള അമ്മമാരോട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് നിങ്ങൾ ചെക്കനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞാണ് അന്വേഷിക്കേണ്ടത്.
കല്യാണത്തിന് മുമ്പ് അന്വേഷിച്ചിട്ട് നാട്ടിൽ ഫുള്ള് പേരൊക്കെ കേട്ട് ഇവൻ സെറ്റപ്പാണ് ഒക്കെയാണ് എന്ന് പറഞ്ഞ് കെട്ടിക്കുന്നതിന് പകരം കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിൽ വരുന്ന സമയത്ത് ചോദിക്കുക എങ്ങനെയുണ്ട് മോളെ ലൈഫ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഓക്കെ ആണോ, അല്ലേ എന്ന് ചോദിക്കാൻ പറ്റണം. അങ്ങനെ ചോദിച്ചിട്ട് അവൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവൾക്ക് ഓടി വന്ന് അമ്മേൻ്റെ അടുത്ത് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവൾ ഒന്നും പറയില്ല. ഈ സിറ്റുവേഷൻ ഓർത്ത് ഇങ്ങനെ കരഞ്ഞ് ജീവിതം മുഴുവൻ അവസാനിപ്പിക്കേണ്ടി വരും. ഇവരെ ഇതിൻ്റെ മുന്നേ കല്യാണം കഴിഞ്ഞതും അതിനെ മധ്യസ്ഥം പറഞ്ഞത് ആക്കിയത് രണ്ടാമത് കഴിച്ചതും അതിനുള്ള അനുഭവങ്ങൾ പീഡനങ്ങളൊക്കെ DNA ടെസ്റ്റ് വരെ ചോദിച്ചിട്ടുണ്ട് അവളോട്. അവളിപ്പം ഗർഭിണിയാണെന്ന് എനിക്ക് DNA ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര പോലെയുള്ള ഇതാക്കിയിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. പോലീസ് എപ്പോഴത്തേക്ക് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞു, ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അത് ഏതാണ്ട് ഫൈനലിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞ, റിപ്പോർട്ടെല്ലാം വന്നിട്ട്. നമ്മളിപ്പോൾ അന്വേഷണത്തിൽ തൃപ്തികരമാണ്. ഇതിൽ ഇവൻ മദ്യപിച്ചു എന്ന് പറയുന്ന ഒരു സാധനം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരു ആൽക്കഹോളിക് ആണോ ആൻഡ് പുള്ളിയുടെ ബിഹേവിയർ എന്താണ്, സംശയരോഗി ഉണ്ടോ, ഡെല്യൂഷൻസ് ഉണ്ടോ, ഈ സാധനത്തിലോടൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പോകണം. അതിന് നല്ലൊരു ഡി അഡിക്ഷൻ കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ റിപ്പോർട്ട് പോലീസുകാർക്ക് കിട്ടും എന്നുള്ളൊരു സാധനമാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് അടുത്തൊരു കാര്യം എനിക്ക് കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ പെർട്ടിക്കുലർ വ്യക്തി ഈ ക്രൈമിൽ ഇൻവോൾവ് ആണെങ്കിലും ഇൻവോൾവ് അല്ലെങ്കിലും, ഇപ്പോൾ സോണ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് ഫൈനൽ തെളിയിക്കുന്നത് എങ്കിലും ഈ വ്യക്തിക്ക് കിട്ടേണ്ട പണിഷ്മെൻറ്റ് കിട്ടിയേ പറ്റൂ. ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് മാനസികമായിട്ട് അവളെ പീഡിപ്പിച്ചിട്ട് അവൾക്കൊരു സമാധാനവും സ്വൈര്യവും കൊടുക്കാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചിട്ട് അവളെ ഈ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വൃത്തികെട്ടവനെ പിടിച്ചിട്ട് അവന് കൊടുക്കേണ്ട ഉണ്ടയും പഞ്ചാരയും എല്ലാം കൊടുത്തിട്ട് അവനെ പിടിച്ചിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ റെജിലാലിനെ സ്നേഹിച്ച് പ്രണയിച്ച് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ മോളെ വേണമെങ്കിൽ എസ്കേപ്പ് ആയിക്കോളൂ. നിൻ്റെ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അടുത്ത ആളുടെ കൂടെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ വെറുതെ അതിന് കഷ്ടപ്പെട്ട് നിൽക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. എത്രയൊക്കെ ആണെങ്കിലും ശാരീരിക പീഡനം പോലെ തന്നെ പണിഷബിൾ ആയിട്ടുള്ള സാധനമാണ് മാനസിക പീഡനം. മാനസിക പീഡനത്തിൽ ഒരു പെൺകുട്ടീനെ കരയിപ്പിക്കുക, പെണ്ണോറാണ് കരയിപ്പിക്കുക, വിഷമിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, കുറ്റം പറയുക, ഇങ്ങനത്തെ അവളെ മെൻ്റലി ഡൗൺ ആക്കുന്ന രീതിയിൽ, മെൻ്റലി ഒന്നും അല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ക്രൈംസോ കാര്യങ്ങളോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ബി പണിഷബിൾ ആയിരിക്കണം. സോ എന്തായാലും ഈ കേസിൽ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളൊരു സാധനം, ഇത് പെട്രോള് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പെട്രോള് സോണയാണ് വാങ്ങിക്കൊണ്ട് വന്നത് എന്നുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ കിട്ടാം. ഇനി ഓവറോൾ കൺക്ലൂഷനിൽ 2 സൈഡും എൻ്റെ പെർസ്പെക്റ്റീവ് വന്നു. ഒന്നെങ്കിൽ സോണ വാങ്ങിക്കൊണ്ട് വന്ന് ഇങ്ങനെ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ് സോണ വാങ്ങിയതായിരിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ പോലീസുകാർ ഇതിനൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അത്രേ പറയാനുള്ള. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചില്ലൻ ഇറ്റ്സ് ബൈ.